أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കൾ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ, മുതഅല്ലിമീങ്ങളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 39ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. രണ്ടാമത്തെ ബാച്ചിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തദ്രീബ് തുടങ്ങിയിടം മുതൽ ഒന്നാമത്തെ ബാച്ചിലും രണ്ടാമത്തെ ബാച്ചിലും എല്ലാം ഒരുപാട് ഖുർആനിനെ മഹബ്ബത്ത് വയ്ക്കുന്ന, അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാമാണ് എന്ന ആ ബഹുമാനത്തോടുകൂടി ഈ സംവിധാനം ഉപയോഗപ്പെടുത്തുന്ന, പരിശുദ്ധ ഖുർആൻ ഓതുന്ന, കേൾക്കുന്ന, പഠിക്കുന്ന ആരൊക്കെയുണ്ടോ എല്ലാവർക്കും, അവരുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ കാവൽ നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി കൊടുക്കട്ടെ. എല്ലാ ഷർറുകളെ തൊട്ടും അവരെയും നമ്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ വിശ്വാസി ലക്ഷങ്ങൾ ഹജ്ജിനു വേണ്ടി മക്കയിൽ ഒത്തുകൂടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഖ്ബൂലും മബ്റൂറുമായ രൂപത്തിൽ ഹജ്ജും ഉംറയും സിയാറത്തും നിർവഹിക്കാൻ എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കും ബന്ധപ്പെട്ടവർക്കും അതുപോലെ മഖ്ബൂലായ നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന നിലയിൽ ഹജ്ജിനും ഉംറക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ സിയാറത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ബലിപെരുന്നാളാണ് സമാഗതമാകുന്നത്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ദബീഹുല്ലാഹി ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഇവരുടെയൊക്കെ ത്യാഗപൂർണമായ ആ സംഭവങ്ങളുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ വരണം. അത് അയവിറക്കിക്കൊണ്ടാണ് അങ്ങ് മക്കയിൽ വിശ്വാസി ലക്ഷങ്ങൾ ഒത്തുകൂടുന്നത്. അതോടൊപ്പം ആ ഓർമ്മകളും ചിന്തകളും നമ്മുടെ മനസ്സിൽ വരിക വഴി നമ്മുടെ ഖൽബും നമ്മളും ശുദ്ധമാവാനുള്ള ഇടപെടലുകളാണ്, പ്രവർത്തനങ്ങളാണ് എന്നിൽ നിന്നും നമ്മിൽ നിന്നും ഉണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. പെരുന്നാൾ നമുക്കറിയാം, ആഘോഷിക്കാനുള്ളതാണ്. ആഘോഷമാണ് പെരുന്നാൾ, വിശ്വാസികളുടെ ആഘോഷമാണ് പെരുന്നാൾ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആഘോഷമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ചെറിയ പെരുന്നാൾക്ക് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളെന്ന് പറയുമ്പോൾ എന്നല്ല, എന്തു കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും അത് റബ്ബിലേക്ക് കൂടുതൽ നമ്മെ അടുപ്പിക്കുന്നതും റബ്ബിൻ്റെ ഇഷ്ടം, റബ്ബിൻ്റെ പൊരുത്തം കൂടുതൽ വാങ്ങാൻ സഹായകമാകുന്നതുമായിരിക്കണം. അപ്പോഴേ ഒരു വിശ്വാസിയുടെ ആ പ്രവർത്തനം അത് കറക്റ്റായ രൂപത്തിലാവുകയുള്ളൂ. അല്ലാതെ ഒരു സന്തോഷ സുദിനം വന്നിട്ടേ നമ്മളെ അത് അള്ളാഹുവിൻ്റെ കോപവും അള്ളാഹുവിൻ്റെ വെറുപ്പും വാങ്ങാൻ കാരണമാക്കുന്നുവെങ്കിൽ പിന്നെ എന്തിന്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പെരുന്നാളൊക്കെ അള്ളാഹുവിൻ്റെ പ്രീതിയിലും പൊരുത്തത്തിലും അധിഷ്ഠിതമായ രൂപത്തിൽ നിർവഹിക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാവണം. അത് വസ്ത്രം വാങ്ങുന്നിടത്തും ഉപയോഗിക്കുന്നിടത്തുമാവാം,
ഭക്ഷണം ഉണ്ടാക്കുന്നിടത്തും ഭക്ഷണം കഴിക്കുന്നിടത്തുമാവണം. അതുപോലെ നമ്മുടെ കൂടിച്ചേരലുകൾ നമ്മുടെ എല്ലാം അങ്ങനെയുള്ളതാവണം. അപ്പോഴേ റബ്ബിന് പൊരുത്തം ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിലായി കാര്യങ്ങളൊക്കെ സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ആമീൻ. നമ്മളെല്ലാവരും ദുആ ചെയ്യണം. പെരുന്നാളിൻ്റെ തെക്ബീർ നമുക്കറിയാം. പെരുന്നാളിൻ്റെ തെക്ബീർ അറഫാ ദിവസം നമ്മുടെ നാട്ടിൽ നമുക്കോരോരുത്തർക്കും എന്നാണോ അറഫ നോമ്പ്, ശ്രദ്ധിക്കണേ, എന്നാണോ അറഫ നോമ്പ് നമുക്ക് അന്ന് സുബഹ് മുതൽ അയ്യാമുത്ത ശരീഖ്, നമ്മൾ 4-ാം പെരുന്നാൾ എന്ന് പറയുമല്ലോ, ആ 4-ാം പെരുന്നാളിൻ്റെ അന്ന് അസ്ർ നിസ്കാരം വരെ എല്ലാ നിസ്കാരങ്ങളുടെയും പിറകെ തെക്ബീർ ചൊല്ലണം. ആ തെക്ബീറിനൊരു പ്രത്യേക പേരുണ്ട്. തെക്ബീർ മുഖയ്യദ് എന്നാണ് അതിന് പേര് അവിടെ നിൽക്കട്ടെ. അറഫ ദിവസം സുബഹ് നിസ്കാരം കഴിഞ്ഞത് മുതൽ അയ്യാമുത്ത ശരീഖ്, അതായത് നമ്മൾ പറയുന്ന 4-ാം പെരുന്നാളിൻ്റെ അന്ന് അസ്ർ നിസ്കാരം വരെ തെക്ബീർ ചൊല്ലണം, നിസ്കാരങ്ങളുടെയൊക്കെ ഉടനെ. അതോടൊപ്പം പെരുന്നാളിൻ്റെ അന്ന്, വലിയ പെരുന്നാളിൻ്റെ സാധാരണ നമ്മൾ ചെറിയ പെരുന്നാൾക്ക് തെക്ബീർ ചൊല്ലുന്നത് പോലെ നാളെ പെരുന്നാളാണെങ്കിൽ ഇന്ന് മഗ്രിബ് മുതൽ പെരുന്നാൾ നിസ്കരിക്കുന്നത് വരെയുള്ള ആ സമയം നമ്മൾ തെക്ബീർ ചൊല്ലണം. അതിന് തെക്ബീർ മുർസൽ എന്നാണ് പേര്. ഈ തെക്ബീറുകളൊക്കെ അതൊക്കെ മുതിർന്നവർക്കും ചെറിയ കുട്ടികൾക്കും പ്രായമുള്ളവർക്കും എല്ലാവർക്കും ചൊല്ലാവുന്നതേ ഉള്ളൂ. ഒരു വർഷത്തിൽ 2 ചാൻസുകൾ മാത്രമേ നമുക്ക് ആ തെക്ബീർ ലഭിക്കുന്നുള്ളൂ. വർഷത്തിൽ 2 തവണ. തെക്ബീർ മുഖയ്യദ് എന്ന് പറയുന്നത് വർഷത്തിൽ 1 തവണ മാത്രം. അതൊന്നും ഒഴിവാക്കാതെ വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന അവസരമാണ് എന്ന ഓർമ്മയിൽ നമ്മളതൊക്കെ ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന നല്ലൊരു പെരുന്നാളായി നമുക്ക് ആഘോഷിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഹാജിമാർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടുകൂടി അള്ളാഹു കബൂലാക്കുന്ന സ്വീകരിക്കുന്ന വിധത്തിൽ പെരുന്നാൾ ആഘോഷിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം നിങ്ങൾ നോക്കൂ, ലോകത്തിൻ്റെ പല ഭാഗത്ത്, പ്രത്യേകിച്ച് ഫിലസ്തീനിലെ ഗസയിലടക്കം എന്താണ് അവിടത്തേക്ക് വിശ്വാസികളായ ചെറിയ മക്കളടക്കം അള്ളാഹുവെ കരളലിയിപ്പിക്കുന്ന, കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ദാരുണമായ സംഭവങ്ങളാണ് അവിടെ അരങ്ങേറുന്നത്, അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ സമാധാനം കൊടുക്കട്ടെ, അവരുടെ ശത്രുക്കളെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ. നമ്മളെല്ലാവരും ദുആ ചെയ്യണം. അവർക്ക് അള്ളാഹു ഇസ്സത്തും അഭിമാനവും സലാമത്തും കൊടുക്കട്ടെ. ആമീൻ. നമ്മളെല്ലാവരും ദുആ ചെയ്യണം. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നല്ല ശാന്തിയും സമാധാനവും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പരലോകത്ത് നമ്മൾ വരുമ്പോൾ നമുക്കവിടെ സ്വർഗീയമായ ആനന്ദം വേണം, സന്തോഷം വേണം. അള്ളാഹുവെ ഞങ്ങളെല്ലാവരെയും നീ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തണേ. അല്ലാഹ് ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് സൂറത്തുൻ നിസാ 74-ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് ഓതാനുള്ളത്. 74-ാമത്തെ ആയത്ത് മുതൽ നമുക്ക് തുടങ്ങാം. നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇദ്ഗാമും ബിലാ ഗുന്നഹ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അല്ലേ? ഇദ്ഗാം ബിലാ ഗുന്നഹ്. എന്താ ഇദ്ഗാം ബിലാ ഗുന്നഹ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാക്കിനായ നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം ലാം റോ ഈ 2 ഹർഫുകളിൽ നിന്ന് ഒന്ന് വന്നാൽ ആ നൂനിനെ അല്ലെങ്കിൽ തെൻവീനിനെ ലാമിലേക്ക് അല്ലെങ്കിൽ റായിലേക്ക് ചേർത്ത് ശദ്ദ് ചെയ്ത് ആ ഉന്നത്തില്ലാതെ മണിക്കാതെ ഉച്ചരിക്കുക. ഇതാണ്. ഉദാഹരണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ വായിച്ച് കേട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ക്ലാസ്സിൽ ഇദ്ഗാം ബിലാ ഗുന്നഹ് പരിശോധിച്ച് അവിടെ ഒന്നുകൂടെ പ്രാക്ടിക്കലായി പറഞ്ഞ് പരിശീലിച്ചിട്ട് വേണം ഓതാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അതിൻ്റെ നിയമങ്ങളൊക്കെ ശരിക്ക് പൂർണ്ണമായി പാലിച്ചു പാരായണം ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. തുടങ്ങല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فليقاتل في سبيل الله الذين يشرون الحياة الدنيا بالآخرة ومن يقاتل في سبيل الله فيقتل أو يغلب فسوف نؤتيه أجرا عظيما
وما لكم لا تقاتلون في سبيل الله والمستضعفين من الرجال والنساء والولدان الذين يقولون ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا الذين آمنوا يقاتلون في سبيل الله والذين كفروا يقاتلون في سبيل الطاغوت فقاتلوا أولياء الشيطان إن كيد الشيطان كان ضعيفا. ഓക്കെ, 74-ാമത്തെ ആയത്താണ് നമ്മൾ തുടങ്ങിയത്. فليقاتل في سبيل الله الذين يشرون الحياة الدنيا بالآخرة. فليقاتل في سبيل الله الذين പിന്നെന്താണ് യഷ്റൂന കേട്ടോ, യഷ്റൂന എന്നേ ഉള്ളൂ. യസ്തറൂന ഉണ്ടോ നോക്കിയാൽ ശരിക്ക് ഇവിടെ ഇല്ലല്ലോ, ഇല്ല. അത് ശ്രദ്ധിക്കണം. ചില ആളുകളൊക്കെ യസ്തറൂന ഇല്ലല്ല, ഇവിടെ യഷ്റൂന കേട്ടോ. അൽ ഹയാത്ത് ദുനിയ ബിൽ ആഖിറ. ഇവിടെയും ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചത് നോക്കിയേ, ഈ ബിൽ ആഖിറ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശരിക്കും അതിൻ്റെ പിക്ചർ ടെക്സ്റ്റ് ശരിക്കും കണ്ടതാണ്. ബിൽ ആഖിറ എന്നെഴുതിയപ്പോൾ ആ ഹംസ എഴുതിയത് എവിടെയാന്ന് അല്ലേ? അപ്പോൾ ഹംസ അവിടെ വേണം, ബില്ലാഹിറ പറ്റൂല. അൽ ഹയാത്ത് ദുനിയ ബില്ലാഹിറ ഇല്ല. ومن يقاتل في سبيل الله فيقتل أو يغلب فسوف نؤتيه أجرا عظيما. ومن يقاتل في سبيل الله فيقتل أو يغلب. ഇവിടെ ഫയുഖ്തൽ ഖാഫ് ഖൽഖലത്തിൻ്റെ ഹർഫാണ്. ഫയുഖ്തൽ യുക്തി എന്നൊക്കെ പറയാം, ഇല്ല. ഫയുഖ്തൽ ഔ യഗ്ലിബ്, ഗൈൻ ഖൽഖലത്തിൻ്റെ ഹർഫല്ല, അതുകൊണ്ട് ഔ യഗ്ലിബ് യഗ് ഷിദ്ദത്ത് വരും ആ ഹർഫിന്, അത് വരാൻ പാടില്ല. ഇത് യഹ്വിൻ്റെ ഹർഫാണ്. നമ്മൾ പഠിക്കും എന്താ യഹ്വ് എന്താ ഷിദ്ദത്ത് എന്നൊക്കെ. ഔ യഗ്ലിബ് ഫസൗഫ നുഅ്തീഹി അജ്റൻ അളീമാ. ഇപ്പം നമ്മൾ ഈ ഓതിയതിൽ ഇദ്ഗാം ബിലാ ഗുന്ന ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കിയേ ഈ ആയത്തിൽ. ഇല്ല. പക്ഷേ നമ്മൾ പഠിച്ച ഒരു നിയമമുണ്ട്, അതേതാണ് ഇൽഹാറുണ്ട്. എവിടെയാ അജ്റൻ, അതെ, അളീമ എന്നിട്ട് തൻവീനു ശേഷം ഐൻ വന്നിട്ടുണ്ട്. ഹൽക്കിൻ ഹർഫുകൾ 6 ഓക്കെ. ഇനി അടുത്ത ആയത് നോക്കിയേ. وما لكم لا تقاتلون في سبيل الله والمستضعفين من الرجال والنساء والولدان. وما لكم لا تقاتلون في سبيل الله والمستضعفين. എങ്ങനെയാ? والمستضعفين من الرجال والنساء والولدان الذين يقولون എന്താണ് റബ്ബന. നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ഒന്ന് ഒരുമിച്ച് ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا. ഓക്കേ, ربنا أخرجنا من هذه القرية. അവിടെ നമ്മൾ ആദ്യം പഠിച്ച നിയമമുണ്ട്. ഏതാണത്? നിങ്ങൾ പറയും മിൻ ഹാദിഹി. ഇൽഹാറുണ്ട്. എന്താ ഇൽഹാർ വരാൻ കാരണം? നൂനിന് ശേഷം ഹ ഉണ്ട്. പിന്നെയോ
അൽളാലിമി അഹ്ലുഹ വജ്അൽ ലനാ. അത് ഇദ്ഗാമാണ്. അത് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. മില്ലദുൻക, അവിടെ നമ്മൾ പഠിച്ച നിയമമുണ്ട്. മില്ലദുൻക എവിടെയാ? മിൻ ലദുൻ അല്ലേ? മിൻ ലദുൻ. സുക്കൂനുള്ള നൂനിന് ശേഷം ഇദ്ഗാം ബിലാവുന്നയുടെ ലാമുണ്ട്. അതുകൊണ്ട് മില്ലദുൻക. ആ ദൂ കഴിഞ്ഞുള്ള സുക്കൂനുള്ള നൂനെ കുറിച്ച് ചർച്ച നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇപ്പം നമ്മൾ മില്ല നമ്മൾ അന്ന് മില്ലിമീറ്ററൊക്കെ പറഞ്ഞു ഓർക്കുന്നില്ലേ? യെസ്. മില്ലദുൻക വലിയ്യൻ വജ്അൽ ലനാ മില്ലദുൻക. വീണ്ടും മില്ല വന്നു. നസീറ. الذين آمنوا يقاتلون في سبيل الله. الذين آمنوا يقاتلون في سبيل الله والذين كفروا يقاتلون في سبيل الطاغوت. والذين كفروا يقاتلون في سبيل الطاغوت فقاتلوا أولياء الشيطان. فقاتلوا أولياء الشيطان إن كيد الشيطان كان ضعيفا. إن كيد الشيطان كان ضعيفا. യെസ്. ഇനി നമുക്ക് ബാക്കിയുള്ള ألم تر إلى الذين قيل لهم كفوا أيديكم وأقيموا الصلاة وآتوا الزكاة فلما كتب عليهم القتال إذا فريق منهم يخشون الناس كخشية الله أو أشد خشية وقالوا ربنا لم كتبت علينا القتال لولا أخرتنا إلى أجل قريب قل متاع الدنيا قليل والآخرة خير لمن اتقى ولا تظلمون فتيلا أينما تكونوا يدرككم الموت ولو كنتم في بروج مشيدة وإن تصبهم حسنة يقولوا هذه من عند الله وإن تصبهم سيئة يقولوا هذه من عندك قل كل من عند الله فما لهؤلاء القوم لا يكادون يفقهون حديثا ما أصابك من حسنة فمن الله وما أصابك من سيئة فمن نفسك وأرسلناك للناس رسولا وكفى بالله شهيدا. Okay. ألم تر إلى الذين قيل لهم كفوا أيديكم. അലം തറ നമ്മൾ നേരത്തെയും കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്. എന്ത്? അലം തൊറ അല്ല, തറ പറമറ പോൽ മലയാളത്തിലെറായാകുന്നത് മാറേണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അല്ലേ? മലയാളത്തിലെ തറയല്ല എന്ന്. അലം തറ ഇലല്ലദീന ഖീല ലഹും പിന്നൊക്കെ കുഫൂ ഐദിയക്കും وأقيموا الصلاة وآتوا الزكاة فلما كتب عليهم القتال إذا فريق منهم أقيموا الصلاة അതുപോലെ ആത്തു സക്കാത്ത അവിടെയൊക്കെ വഖഫ് ചെയ്യുമ്പോൾ എങ്ങനെ വേണമെന്ന് നമ്മൾ പറഞ്ഞില്ലേ?
എന്താ ത ആണ്, പക്ഷേ രണ്ടു തരത്തിൽ ത വരും. അത് ഹ ബ ത ആയി വരും. ഹ ത ഇൽ നിർത്തുമ്പോൾ ത ഇൻ സ്വരം ഒരു ഹ ആയി മാറി വരും. നമുക്കറിയാം ത റൗണ്ടുണ്ട് അല്ലാത്തതുണ്ടെന്ന്. ഈ ത ഇൽ, അതായത് ഹ ത ഇൽ നിർത്തുമ്പോൾ ഓക്കെ. فلما كتب عليهم القتال إذا فريق منهم പിന്നെ يخشون الناس كخشية الله أو أشد خشية. ഖാകളുണ്ട് 3 എണ്ണം. അത് ഖാ തന്നെയായിട്ട് പറയണം. وقالوا ربنا لما كتبت علينا القتال لولا أخرتنا إلى أجل قريب. അല്ല, നമ്മളിപ്പോൾ ഓതിയതിൽ ഇദ്ഗാമുൻ ബിലാ ഗുന്ന വന്നിട്ടുണ്ടോ? നിങ്ങൾ നോക്കണ്ട. സാക്കിനാ നൂൻ്റെ തൻവീൻ്റെ ശേഷം ലാം റാ അല്ലേ? ലാം റാ എന്നുള്ളതിൽ ഒന്നിങ്ങനെ വന്നാൽ വേണ്ടതാണ് ഗുന്നത്തില്ലാതുള്ള ഇദ്ഗാം. ഇല്ലം യകുല്ലഹു വഅർആഹു പറയാം. വൈലുൽ ലികുല്ലി തല്ലി പല്ലി എന്നു പറയാം. പറയില്ലേ? പറയണം. വൈലുൽ ലികുല്ലി തല്ലി പല്ലി പറയും പോലെ, മില്ലദുൻക പോലെ. അതാണ് ഇദ്ഗാമുൻ ബിലാ ഗുന്ന. നമ്മൾ ഓതുന്നിടത്ത് നോക്കണം. കാണാത്തത് നമ്മൾ വിശദീകരിക്കാത്തതുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഒന്നിതാ താഴെ കാണുന്നുണ്ട്. വഖാലു റബ്ബനാ ലിമ കതബ്ത അലൈനൽ ഖിതാല ലൗലാ അഖർതനാ ഇലാ അജലിൻ ഖരീബ്. നോക്കിയാ പിന്നെ ഖുൽ മതാഉദ് ദുനിയാ ഖലീലുൻ വൽ ആഖിറതു ഖൈറുൽ ലിമൻ ഇത്തഖാ. ഖൈറുൽ ലിമൻ ഇത്തഖാ വന്നു. എന്താ കാരണം? ഖൈറുൽ ലിമൻ തൻവീനു ശേഷം ലാം. വലാ തുദ്ലമൂന ഫതീല. ഐനമാ തകൂനു കഴിഞ്ഞെന്താണ്? ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. യുദ്രിക്കും എന്നുള്ളത് സുക്കൂനുള്ള ക്യാഫും ഹർക്കത്തുള്ള ക്യാഫും. നേരത്തെ നമ്മൾ വജ്അൽ ലനാ സെയിം 2 അക്ഷരങ്ങൾ, ഒരേപോലത്തെ 2 അക്ഷരങ്ങൾ, ലാം ലാം കാഫ് കാഫ്, ഇങ്ങനെ 2 അക്ഷരങ്ങൾ ഒരേ അക്ഷരങ്ങൾ 2 എണ്ണം എന്ന് ആദ്യത്തെ സുക്കൂൻ രണ്ടാമത്തേന് ഹർക്കത്തുവാണെങ്കിൽ ഇദ്ഗാം ചെയ്ത് ഒറ്റ അക്ഷരാക്കിയിട്ട് ശബ്ദോടുകൂടി പറയാന്നുള്ളതാണ് നിയമം. അതുകൊണ്ടാണ് വജ്അൽ ലന എന്നുള്ളത് വജ്അൽ ലന ആയത്. ഇവിടെ യുദ്രിക് കും എന്നുള്ളത് യുദ്രിക്കും എന്ന് ആയത്. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. നിങ്ങളെവിടെയാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടും. നിങ്ങൾ മരിക്കും എവിടെയാണെങ്കിലും. വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. എവിടെയാണെങ്കിലും, പെട്ടിയിലിട്ട് പൂട്ടിയാലും, ആകാശത്ത് കൂടെ പറക്കുകയാണെങ്കിലും, ഫ്ലൈറ്റിലാണെങ്കിലും, കപ്പലിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിലും, ഏത് സന്ദർഭത്തിലും, മാളത്ത് പോയി ഒളിച്ചാലും, അതെ, വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. കേട്ടോ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. നമുക്കെല്ലാവർക്കും അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും തരട്ടെ. നമ്മുടെ ഒരുപാട് രോഗികളുണ്ട് വലിയ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലൊക്കെ. അള്ളാഹുവേ എല്ലാവർക്കും നീ ശിഫയും സലാമത്തും കൊടുക്കണേ അല്ലാഹ്. വഇൻ തുസിബ്ഹും, ഇപ്പോൾ ഇതിൽ ഇദ്ഗാമുൻ ബിലാ ഗുന്ന ഉണ്ടോ? ഇല്ല. വഇൻ തുസിബ്ഹും ഹസനത്തുൻ യഖൂലു ഹാദിഹി മിൻ ഇൻദില്ലാഹ്. വഇൻ തുസിബ്ഹും സയ്യിഅത്തുൻ യഖൂലു ഹാദിഹി മിൻ ഇൻദിക്. നമുക്കത് ഒരുമിച്ച് ഒന്ന് വഇൻ തുസിബ്ഹും അവിടെ നിന്ന് ഓതിയാലോ? ഒപ്പം ഓതിയാലോ? ഉഷാറില്ലല്ലോ നിങ്ങൾക്ക്. ഓതല്ലേ? ഒരുമിച്ച് എല്ലാവർക്കും ഓതുക. എവിടുന്ന്? വഇൻ തുസിബ്ഹും ട്ടാ, എൻ്റെ കൂടെ ഓതണേ. وإن تصبهم حسنة يقولوا هذه من عند الله. باقي وإن تصبهم سيئة يقولوا هذه من عندك. പിന്നെ قل كل من عند الله. ഓക്കെ,
ശരിക്കും ശ്രദ്ധ വേണം അവിടെ. കുൽ ആദ്യത്തേത് ഖാഫ്, കുല്ലുൻ പിന്നുള്ളത് കാഫ്. കുൽ കുല്ലുൻ ആകാൻ പാടില്ല. കുൽ കുല്ലുൻ അതും പറ്റൂല. കുൽ കുല്ലുൻ. ഓക്കെ, ഖാഫും കാഫും ചേർന്ന് വരുമ്പോൾ നന്നായി ശ്രദ്ധിച്ചോതിടണേ. മിൻ ഇൻദില്ലാഹ്. فما لهؤلاء القوم لا يكادون يفقهون حديثا. എങ്ങനെയാ? فما لهؤلاء القوم لا يكادون يفقهون حديثا ما أصابك من حسنة فمن الله. എങ്ങനെയാ? ما أصابك من حسنة فمن الله وما أصابك من سيئة فمن نفسك. ما أصابك മദ്ദുണ്ട്. അസാബക മിൻ ഹസനത്തിൻ ഇൽഹാറുണ്ട് അവിടെ. വമാ അസാബക മദ്ദുണ്ട് വീണ്ടും. മിൻ സയ്യിഅത്തിൻ നിയമം വേറെയാണ്, പഠിക്കണം. ഫമിൻ നഫ്സിക് وأرسلناك للناس رسولا وكفى بالله شهيدا. കുറച്ചുകൂടെ ഓതാം. من يطع الرسول فقد أطاع الله ومن تولى فما أرسلناك عليهم حفيظا ويقولون طاعة فإذا برزوا من عندك بيت طائفة منهم غير الذي تقول والله يكتب ما يبيتون فأعرض عنهم وتوكل على الله وكفى بالله وكيلا. أفلا يتدبرون القرآن ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا وإذا جاءهم أمر من الأمن أو الخوف أذاعوا به ولو ردوه إلى الرسول وإلى أولي الأمر منهم لعلمه الذين يستنبطونه منهم ولولا فضل الله عليكم ورحمته لاتبعتم الشيطان إلا قليلا. صدق الله العظيم. ഓക്കെ, من يطع الرسول. من يطع ത്വാഇനു കസ്റാണ്. من يطع ത്വാഇനു സുക്കൂന് വരാൻ പാടില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടത്. من يطع الرسول فقد أطاع الله ومن تولى പിന്നെ ومن تولى فما أرسلناك عليهم حفيظا. പിന്നെ ഓക്കെ, ويقولون طاعة فإذا برزوا من عندك പിന്നെന്താ? ബയ്യത ത്വാഇഫത്തുൻ എന്നാണുള്ളത്. എന്താ ഉള്ളത്? ബയ്യത ത്വാഇഫത്തുൻ. ശരിക്കും നോക്കിയേ, ചില ആളുകളൊക്കെ അവിടെ തെറ്റായിട്ട്, നമ്മുടെ ഖിറാഅത്തിൽ അങ്ങനെ ഇല്ല, ബയ്യത ത്വാഇഫ എന്ന് ഓതാറുണ്ട്. ശരിക്കും നോക്കിയേ, ബയ്യത ത്വാഇഫയാണോ അതോ ബയ്യത ത്വാഇഫ ആണോന്ന്? അതുകൊണ്ട് ഇത് നോക്കിയാൽ ഇത് കേൾക്കാം. നോക്കി, ബയ്യത ത്വാഇഫത്തുൻ എന്നോതുക. ബയ്യത ത്വാഇഫത്തോതല്ലേ. താഇന ത്വാഇൽ ഇവിടൊരു ഇദ്ഗാം നമ്മൾ ചെയ്യരുതറിയില്ലേ? ആയത്ത് 81 നിസാ സൂറയിൽ നാം ഇത് കാണുന്നേ. അറിയുക ഈ വരി ഷെയറും ചെയ്യുക, ശുവറ പ്രതിഫലമാണെന്നേ. ഇത് ഷെയർ ചെയ്യണം. കാരണം എന്താ? കുറേ ആളുകൾ ബയ്യത ത്വാഇഫ എന്ന് ഓതി കേൾക്കുന്നു. ഗൈറല്ലദീ തഖൂൽ വല്ലാഹു യക്തുബു മാ യുബയ്യിതൂൻ ഫഅഅ്രിദ് അൻഹും വതവക്കൽ അലല്ലാഹ് വകഫാ ബില്ലാഹി വകീല.
أفلا يتدبرون القرآن أفلا يتدبرون القرآن ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا ഖുർആൻ ആരുടെ കലാമാ? അള്ളാഹുവിൻ്റെ കലാമാ. ഇതിൽ പൊള്ളയില്ല, ഇതിൽ കളവില്ല. ഇത് ഫുൾ മുഴുവൻ 100ൽ 101% ക്ലിയർ. കാലം അവസാനത്തോടടുക്കും തോറും എന്തു വരും? ഖുർആനിൻ്റെ ആശയങ്ങളും അതിലെ വിവരണങ്ങളും ഒക്കെ 100% പുലർന്നു കൊണ്ടിരിക്കും. ഒരു മനുഷ്യന് ഒരിക്കലും ഇങ്ങനെ വാചകങ്ങൾ പറയാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആശയം പറയാൻ സാധ്യമല്ല. ഇത് റബ്ബിൻ്റേതു മാത്രമാണ്. وإذا جاءهم أمر من الأمن أو الخوف أذاعوا به وإذا جاءهم أمر من الأمن أو الخوف أذاعوا به ولو ردوه إلى الرسول وإلى أولي الأمر منهم وإلى أولي لا أولي الأمر منهم لعلمه الذين يستنبطونه منهم ولولا فضل الله عليكم ورحمته لاتبعتم الشيطان إلا قليلا صدق الله العظيم. അല്ലാഹുവേ, പടച്ചവനെ നീ കബൂലാക്കണേ അല്ലാഹ്. പരിശുദ്ധ ഖുർആൻ അനുകൂലമായി സാക്ഷി നിൽക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളെ ഉമ്മാക്കും ഞങ്ങളെ ഉപ്പാർക്കും, അല്ലാഹുവേ ഞങ്ങളെ വല്യുമ്മമാർ വല്യുപ്പമാർ, ഞങ്ങളെ കുടുംബക്കാർ, ഭാര്യ സന്താനങ്ങൾ, പടച്ചവനെ ഞങ്ങളെ ഉസ്താദുമാർ, ബന്ധപ്പെട്ട എല്ലാവർക്കും ഖുർആൻ അനുകൂലമായി സാക്ഷി നിൽക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഖുർആനിൻ്റെ കാവൽ നൽകണേ അല്ലാഹ്. അതിന് ഈ തദ്രീബ് ഞങ്ങൾക്കെല്ലാവർക്കും ഒരു കാരണമായി നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ ഒരുപാട് പേര് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, എന്തെല്ലാം വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുണ്ട്. ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ പടച്ചവനെ നിനക്കറിയാമല്ലോ അവരുടെയൊക്കെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും. അല്ലാഹുവേ, നിൻ്റെ അടുക്കൽ അതിനൊന്നും പരിഹാരം എന്നുള്ളത് പ്രയാസമേ ഇല്ലല്ലോ റബ്ബേ. അല്ലാഹുവേ, അവർക്കൊക്കെ പരിഹാരം കൊടുക്കുക റബ്ബേ. ഖുർആൻ കാരണം സാധുക്കളായ ഞങ്ങളൊരിക്കലും നിന്നോട് ചോദിക്കാനൊന്നും അർഹതയുള്ളവരല്ല. ഞങ്ങളൊക്കെ വളരെ മോശമാണ്. പക്ഷേ പടച്ചവനെ, ഞങ്ങൾ ഈ ആയിരക്കണക്കായ ആളുകൾ നിൻ്റെ കലാമാകുന്ന ഖുർആൻ ഓതിയിട്ടാണ് ചോദിക്കുന്നത്. പടച്ചവനെ, എല്ലാവർക്കും നീ പരിഹാരം നൽകണേ അല്ലാഹ്, പരിഹാരം നൽകണേ അല്ലാഹ്. എല്ലാ ശർറുകളിൽ നിന്നും കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ദുആ കൊണ്ട് ഏൽപ്പിച്ച ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും എല്ലാ ഫിത്നകളിൽ നിന്നും ബലായിൽ നിന്നും മുസീബത്തിൽ നിന്നും കാത്തു രക്ഷിക്കണേ അല്ലാഹ്. രോഗികൾ ഒരുപാടുണ്ട് പടച്ചവനെ. ആശുപത്രിയിലുള്ളവർ, ആശുപത്രിയിൽ നിന്നും മടക്കിയവർ, ആശുപത്രിയിൽ പ്രയാസപ്പെട്ട് കഴിയുന്നവർ, പടച്ചവനെ ആരൊക്കെയുണ്ടോ ഞങ്ങളെ കുടുംബത്തിലും ബന്ധങ്ങളിലും വേണ്ടപ്പെട്ടവരിലുമായി എല്ലാവർക്കും നീ ആജിലായ ശിഫ നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹ്, ഞങ്ങളെ അലിമീങ്ങൾക്ക്, ഞങ്ങളെ ഉസ്താദുമാർക്ക് പടച്ചവനെ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. അവരെ തണൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെയൊക്കെ സ്വാലിഹ്യങ്ങളാക്കണേ അല്ലാഹ്. പടച്ചവനെ, അല്ലാഹുവേ, ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ലക്ഷക്കണക്കായ വിശ്വാസികൾ അങ്ങ് മക്കയിലാണ്, മദീനയിലാണ് ഹജ്ജിനും ഉംറക്കും സിയാറത്തിനും. അല്ലാഹുവേ, അവർക്കൊക്കെ മഖബൂലായ നിലക്ക് നീ സ്വീകരിക്കുന്ന നിലക്ക് കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹ്, പടച്ചവനെ, ഞങ്ങൾക്കും നീ വിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ മക്കയിലും മദീനയിലും ഒക്കെ എത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. അവസാനം നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് وكل مجاهد لله وأهل البدر يا الله.
إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام